ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഒരു കാൻഡിഡേറ്റിന് വെറും 3 മാസം കൊണ്ട് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ്. ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ ജോലി സാധ്യതയുള്ള ഹൈലി ഡിമാൻഡഡ് ആൻഡ് ട്രെയിനിങ് കരിയറായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മെഡിക്കൽ കോഡിംഗ്. മെഡിക്കൽ കോഡിങ്ങിന് ജോബ് വരുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലും മൾട്ടിനാഷണൽ കമ്പനീസിലും പോളി ക്ലിനിക്സ്, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് മെഡിക്കൽ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് നമ്മളൊരു മെഡിക്കൽ കോഡിംഗ് ജോബ് വേക്കൻസീസ് ഓപ്പൺ ആവാറുള്ളത്. ഒരു വർഷത്തിൽ 4000 to 6000 ജോബ് വേക്കൻസീസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് ആസ് എ മെഡിക്കൽ കോഡറായിട്ട്. ഒരു മെഡിക്കൽ കോഡിംഗ് ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ 3 months പ്രോഗ്രാം മെഡിക്കൽ കോഡിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ APCയുടെ CPC എക്സാം എഴുതിയിരിക്കണം. ആൻഡ് CPC എക്സാം പാസ്സായി കിട്ടുന്ന ഫസ്റ്റ് ജോബ് തന്നെ നമ്മൾ എടുക്കണം. CPC എക്സാം പാസ്സായി കഴിഞ്ഞ് കിട്ടുന്ന ഫസ്റ്റ് ജോബ് തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. ഫസ്റ്റ് ഒന്ന് നമ്മുടെ സാലറി നോക്കരുത്. നമ്മൾ ഫ്രഷർ എന്ന് പറയുന്ന ഒരു ലേബൽ നമ്മുടെ മുന്നിൽ നിന്ന് എടുത്ത് മാറ്റി എക്സ്പീരിയൻസ്ഡ് ആവുക എന്നുള്ള എയിം മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടാവൂ. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ജോബാണോ വെച്ചാൽ മെഡിക്കൽ കോഡറായിട്ട് കിട്ടുന്നത് ആ ജോബ് നിങ്ങൾ ചൂസ് ചെയ്യണം. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവും. എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈലി ഡിമാൻഡഡ് ആവും. ആൻഡ് ഓൾസോ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു സാലറി തന്നെ നിങ്ങൾക്ക് അതോടൊപ്പം കിട്ടും. സോ ഫസ്റ്റ് വൺ ഈസ് നമ്മൾ എന്ത് ജോബ് കിട്ടും അത് തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ നോർമലി കണ്ടുവരുന്നൊരു പ്രവണതയാണ് ഒരു ജോബിന് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 2 months, 4 months, 6 months കൂടുമ്പോൾ നമ്മൾ ജോബ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. മിനിമം ഒരു 1 year തന്നെ നമ്മൾ കയറുന്ന ആ ഒരു കമ്പനിയിൽ ആ ഒരു ജോബിലേക്ക് നമ്മളൊരു മിനിമം ഒരു 1 year തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ആൻഡ് മോർ ഓവർ 1 year കൊണ്ടേ നിങ്ങൾ ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റം നിങ്ങൾ പഠിക്കത്തുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ, ആ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ആൻഡ് നിങ്ങൾ റെസ്യൂമിൽ ആഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഈ 2-3 കമ്പനീസ് 1 year ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡ്രീം കമ്പനി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ കമ്പനി നോക്കുന്ന ടൈമിൽ HR നോക്കുന്ന ടൈമിൽ നിങ്ങളുടെ റെസ്യൂമിൽ 2-3 കമ്പനീസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഓട്ടോമാറ്റിക്കലി അസ്യൂം ചെയ്യും ഈ കാൻഡിഡേറ്റിൽ വൺസ് നമ്മൾ കമ്പനിയിൽ കയറിയാലും സ്വിച്ച് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ കേസസിൽ അവർ ഇഗ്നോർ ചെയ്യും. ആ ഒരു റെസ്യൂമി അവർ എടുക്കില്ല. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ വരത്തില്ല. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ ആ കമ്പനിയിൽ നിങ്ങൾക്ക് റിജക്ഷൻസ് ഉണ്ടാവാം. സോ അതൊക്കെ ഒരു കമ്പനിയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് ആണ്. സോ മിനിമം 1 year തന്നെ ഒരു കമ്പനിയിൽ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കണം. സോ അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങളൊരു ലോയൽ ആയിട്ടുള്ളൊരു എംപ്ലോയി ആണെന്ന് നിങ്ങൾക്ക് മറ്റുള്ള കമ്പനീസ് നിങ്ങൾ റെസ്യൂമി നോക്കുന്ന ഒരു കമ്പനീസിന് മനസ്സിലാവത്തുള്ളൂ. സോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേജർ തിങ് ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജോബിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ ചിലപ്പോൾ വർക്ക് അറ്റ്മോസ്ഫിയർ ഒന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ത്രൂ ഔട്ട് ഒരു 8 hours വർക്ക് ആയിരിക്കും. മൺഡേ ടു ഫ്രൈഡേ നമുക്കൊരു ക്വാർട്ടറിന് വർക്ക് ചെയ്യേണ്ടി വരാം. സോ ആ ഒരു ത്രൂ ഔട്ട് ഒരു മൺഡേ ടു ഫ്രൈഡേ 8 hours കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നതൊന്നും ചിലർക്കൊന്നും വർക്ക് ഹാൻഡിൽ ചെയ്യാൻ ആ ഒരു അറ്റ്മോസ്ഫിയർ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. വേറൊന്നും കണ്ടല്ല, നമ്മൾ ഇത്രയും കാലം നമ്മളൊരു സ്റ്റുഡൻറ്റ് ലൈഫാണ് നമ്മൾ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും സ്റ്റുഡൻറ്റിൽ നിന്നൊരു ജോബിലേക്കുള്ളത്. സോ ആ ട്രാൻസ്ഫോർമേഷൻസ് പെട്ടെന്ന് എല്ലാവർക്കും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മളെ കരിയർ ഇനി അങ്ങോട്ട് നമ്മൾ സ്റ്റുഡൻറ്റ് ലൈഫ് നമ്മൾ എൻഡ് ആവുകയാണ്. നമ്മൾ പിന്നെ ഒരു ജോബിലേക്ക്, നമ്മൾ ജോബ് കരിയറിലേക്ക്, നമ്മൾ ബെസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണത്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ അത് ഫോളോ ചെയ്യാനായിട്ടുള്ളൊരു പാഷനേറ്റ് ഉണ്ടാവണം. ആ ജോബിലേക്ക് നിങ്ങൾക്ക് ഒരു പാഷനേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. സോ ആ ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ട് ലൈക്ക് നമുക്ക് വർക്കിംഗ് സമയത്ത് വരുന്ന ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ആ വർക്ക് ലൈഫ് ബാലൻസോ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു ചെറിയ കാരണം കൊണ്ടൊന്നും നിങ്ങൾ ഒരു ജോബ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങളൊന്നൊരു 2 to 3 months അതൊന്ന് അല്ലെങ്കിൽ ഒരു 1 month ഒക്കെ നിങ്ങൾക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. മെഡിക്കൽ കോഡിംഗ് തന്നെ ഒരുപാട് ജോബ് പ്രൊമോഷൻസ് ഉണ്ട്. ആ പ്രൊമോഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. സോ ഫസ്റ്റ് നിങ്ങളെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ 10th, +2, ഡിഗ്രി പോകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇയർ പോകുന്ന പോലെ അല്ലല്ലോ. ഫസ്റ്റ് ഇയർ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ ഒന്ന് ഫേസ് ചെയ്യുക എന്നുള്ളത്, ഫ്രഷേഴ്സ് ഡേ അതൊക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് പോകുന്ന ടൈമിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് കോമഡി ആയിട്ടൊക്കെ തോന്നത്തില്ലേ. അതേമാതിരി തന്നെ ഒരു കരിയറിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. വൺസ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രീം കരിയറാണ് നിങ്ങളുടെ
മുന്നിലുള്ളത്. അത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഓവർകം ചെയ്യണം. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ വിചാരിച്ച് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. സോ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റെസ്യൂമി ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റെസ്യൂമിൽ അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടരുത്. അപ്ഡേറ്റഡ് എപ്പോഴും റെസ്യൂമി അപ്ഡേറ്റഡ് ആയിരിക്കണം. അതുമല്ല റെസ്യൂമി വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെസ്യൂമി പാറ്റേൺ ടെംപ്ലേറ്റ് നമ്മൾ ഫോളോ ചെയ്യുക. ഇത്രയും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഒരു മെഡിക്കൽ കോഡർ എന്ന ഒരു ഡ്രീം ജോബിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനും പറ്റും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് IQCTC അക്കാഡമി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.